ഹായ് ഫ്രണ്ട്സ്, ടെക് ആൻഡ് റൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള കൂരുമല വ്യൂ പോയിൻ്റാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? നമ്മൾ പിറവത്ത് നിന്ന് ഇടയാറ് വഴി കൂത്താട്ടുകുളം പോകുന്ന റോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇടയാറ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് കൂരുമലയിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് കട്ടാണ്. ഈ വഴിയിൽ കൂടെ വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിൽ. വേറൊന്നുമല്ല, ഒരുപാട് പൈനാപ്പിൾ തോട്ടങ്ങളുണ്ട്, അതുപോലെ റബ്ബർ തോട്ടങ്ങളുണ്ട്. പോകുന്ന വഴി ഇത്തിരി മോശമാണ്, പക്ഷേ എങ്കിലും കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ റൂട്ടിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിന് പകരം ഈ ഒരു ഷോർട്ട് കട്ട് എടുത്ത് നമ്മൾ പോവുകയാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല വ്യൂ പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ടിൽ കൂടിയാണെന്ന് പോകുന്നത്. പൈനാപ്പിൾ ഉണ്ടായിരിക്കണുണ്ടോ? ഇത് കംപ്ലീറ്റ് പൈനാപ്പിൾ തോട്ടങ്ങളാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം കുരുമല എത്താറായി. നമ്മുടെ കുരുമല വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് തന്നെയാണ് ഈ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പേ ആൻഡ് പാർക്ക് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമല എത്തുമ്പോൾ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. DTPCയുടെ ടിക്കറ്റാണ്. ഒരാൾക്ക് 10 രൂപയാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് വരുന്നത്.
പാർക്കിങ്ങിന് ഫീസൊന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ സ്ഥലമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വന്നപ്പോൾ കണ്ട പോലെ പേ ആൻഡ് പാർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ പേ ആൻഡ് പാർക്കിൽ നിങ്ങൾക്ക് വണ്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ വരെ കൊണ്ടുവരാം. കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നെ പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, അവിടെ ഒന്ന് കയറാൻ വേണ്ടി നമുക്ക് വാക്ക് വേ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് നടന്ന് കയറാം. ഒരു കൂടി അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വൈഫും ഉണ്ട്. അവൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അച്ചിങ്ങടെ പോലെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മരം കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അച്ചിങ്ങ കിടക്കുന്ന പോലെ നിറച്ചുണ്ടായിട്ട് കിടക്കണേ. നല്ല രസമാണ് ഇങ്ങനെ വള്ളി പോലെ. അങ്ങോട്ട് ചറവാണോ? അപ്പോൾ നമ്മൾ നടന്ന് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം, ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇവിടെ നമുക്കൊരു കൂടാരം കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ മലയുടെ സൈഡിലായിട്ടേ കുരിശുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്കാണ് കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന നടക്കാറുണ്ടെന്ന് തോന്നുന്നു. വഴി അറിയാമോ എങ്ങോട്ടാ പോണേ? ഞാൻ വന്നിട്ടുണ്ട്, താങ്കൾ വന്നിട്ടില്ലല്ലോ. ഓക്കേ, ഇവിടെ ഒരു കപ്പേള പോലെ കാണാമല്ലോ. കുരിശുപള്ളി പോലത്തെ ഒരു സെറ്റപ്പാണ്. അടഞ്ഞ് അടയ്ക്കണം. പക്ഷേ നമുക്ക് നോക്കാം. തിരികത്തിക്കാൻ വേണ്ടിയിട്ടൊരു കൽക്കുരിശൊക്കെ ഉണ്ട്. പക്ഷെ അത് അടുത്തൊന്നും കത്തിച്ചതായിട്ട് തോന്നുന്നില്ല. നിറച്ച് വെള്ളം കാര്യങ്ങളൊക്കെയാണ്. തുറന്നുണ്ടോ? തുറന്നിട്ടില്ല, പൂട്ടിട്ടേക്കാണ്. അവിടുത്തെ പ്രാർത്ഥന ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഐഡിയ ഇല്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൊള്ളാം, അടിപൊളി സ്ഥലം. നല്ല സൈലൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അധികം ആൾക്കാരില്ല. എവിടെ ഒരു വഴിയുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. എല്ലായിടത്തുള്ള പോലെ തന്നെ നമ്മളൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത്, ഫൈൻ അടിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. നന്മയുള്ള ലോകമേ
എൻ്റെ ഒരു ബിന്നവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി മലനിരകൾ കാണാം. അതുപോലെ തന്നെ അകലെയായിട്ട് നമുക്ക് കൊച്ചിൻ റിഫൈനറിയുടെ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഭംഗി എന്ന് വെച്ചാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കൊച്ചിൻ റിഫൈനറിലെ ലൈറ്റ്സ് ഇടും. അപ്പോൾ ആ ലൈറ്റ്സ് വന്നു കഴിയുമ്പോൾ ആ ഒരു വിഷ്വൽ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ ഒരു രാത്രി ആയി കഴിയുമ്പോൾ ലൈറ്റ് വീഴുന്നതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടുള്ള വിഷ്വൽസ് നമുക്കൊന്നുകൂടി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, രാത്രിയായി. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വീടുകളിലൊക്കെ ലൈറ്റ് വീണ് തുടങ്ങി. അപ്പോൾ കൂരുമലയിലെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മെബിൻ സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് റൈഡ്.